വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി. എൻ്റെ പേര് ജിജി. നമ്മൾ ഇന്ന് കുറച്ച് നോട്ടിഫിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഈ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലി ഫോർ യൂണിഫോം പോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫോഴ്സിലേക്ക് മാത്രമുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇന്നലെ PSC ഒത്തിരി നോട്ടിഫിക്കേഷൻ പുറത്തു വന്നു. നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ വീഡിയോ സെഷനിൽ കാണും. അതൊന്ന് നിങ്ങൾ നോക്കുക. ഇപ്പോൾ നമ്മൾ ഫോഴ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ഫോഴ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 564/2025 ആണ്. 564/2025 ആണ്. അപ്പോൾ അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അടുത്ത മാസം 14-ാം തീയതിയാണ്. അടുത്ത മാസം 14-ാം തീയതിയാണ്. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണ്? 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് വരുന്നത്. 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. 14 ജില്ലകളിലും എന്താണ് വേക്കൻസീസ് ഉണ്ട്. 14 ജില്ലകളിലും വേക്കൻസീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് എത്രയാണെന്ന് നോക്കാം. ഏജ് ലിമിറ്റ് വരുന്നത് 31 വയസ്സ് വരെയാണ്. 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ്. നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 34 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. SC/ST ആണെങ്കിൽ 36 വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. +2 ആണ് വരുന്നത്. +2 ആണ് കേട്ടോ ക്വാളിഫിക്കേഷൻ. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി നോക്കുക. ഇനി അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം, ഫോഴ്സിലേക്കുള്ളത്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ ഇതാണ്. കാറ്റഗറി നമ്പർ 563/2025 പോലീസ് കോൺസ്റ്റബിൾ ആണ്. ആം പോലീസ് ബറ്റാലിയനിലേക്കാണ്. പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ബറ്റാലിയൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ഈ മാർച്ചൊക്കെ നടക്കത്തില്ലേ, അപ്പോൾ കുറേ പോലീസുകാർ വന്നിറങ്ങില്ലേ, അവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സാലറി വരുന്നത് 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് ഇതിന്റെ സാലറി വരുന്നത് കേട്ടോ. അപ്പോൾ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി 14-ാം തീയതിയാണ്. ഇന്ന് പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷന്റെയും അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നാ ജനുവരി 14-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ ഇത് ബറ്റാലിയൻ ബേസ്ഡ് ആണ്. ട്രിവാൻഡ്രം, അതുപോലെ തന്നെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് ഇത്രയും സ്ഥലങ്ങളിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് എന്താണ് വരുന്നത്? ഏജ് ലിമിറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ OBC ആണെങ്കിൽ എന്തായിരുന്നു? OBC ആണെങ്കിൽ 29 വയസ്സ് വരെ എഴുതാം. ഇനി SC/ST ആണെങ്കിലോ 31 വയസ്സ് വരെ എഴുതാൻ സാധിക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത്? +2 പാസ്സായിരിക്കണം. എന്താണ്? +2 പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. +2 പാസ്സായിരിക്കണം. ഇനി അടുത്തത് ഇതിന്റെ ഐസൈറ്റിന് എന്താണ്? കണ്ണ് എങ്ങനെയായിരിക്കണം? നമ്മുടെ ഡിസ്റ്റന്റ് വിഷനും നിയർ വിഷനും എന്തായിരുന്നു? റൈറ്റും ലെഫ്റ്റും സെയിം ആയിരിക്കണം. ഡിസ്റ്റന്റ് വിഷൻ 6/6ഉം ലെഫ്റ്റും റൈറ്റും 6/6 ആണ്. നിയർ വിഷൻ 0.5 ആണ് ലെഫ്റ്റും റൈറ്റും വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ എക്സാം കഴിഞ്ഞിട്ട് എന്തായിരുന്നു? ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 8 ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ എന്ത് പാസ്സാവണം? അറ്റ്ലീസ്റ്റ് 5 എണ്ണമെങ്കിലും പാസ്സാവണം കേട്ടോ. ഇപ്പൊ ആംഡ് ആണെങ്കിലും പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിലും ഫിസിക്കൽ ടെസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് 14 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ 100 മീറ്റർ ഓടണം, ഒന്നാമത്തത്. രണ്ടാമത്തത് 132.20 സെന്റിമീറ്റർ ഹൈ ജമ്പ് വേണം. മൂന്നാമത്തത് 457.20 സെന്റിമീറ്റർ ലോങ് ജമ്പ് ആണ്. നാലാമത്തത് 609.60 സെന്റിമീറ്റർ ഷോർട്ട് പുട്ടാണ്. 7,264 ഗ്രാമിന്റെ ഷോർട്ട് പുട്ടാണ് എറിയേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ എറിയുന്നത് 6,096 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ റോക്ക് ക്ലൈംബിംഗ്, അപ്പൊ ഹാൻഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. 365.80 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്തത് പുള്ളപ്പ് എത്രയാണ്? 8 പ്രാവശ്യം പുള്ളപ്പ് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. 1500 മീറ്റർ ഓട്ടം ഉണ്ട്. 5 മിനിറ്റും 44 സെക്കൻഡും കൊണ്ടാണ്
1500 മീറ്റർ ഓട്ടം. അപ്പൊ ഇതിൽ 8 എണ്ണം ഉണ്ട്. 8 എണ്ണത്തിൽ 5 എണ്ണമെങ്കിലും നിങ്ങൾ പാസ്സാവണം. അപ്പൊ ഇനി സ്പോർട്സ് ഒന്നും ഇതുവരെ ഇറങ്ങിയില്ല. ഇനി നമുക്ക് അറിയില്ല, നമുക്ക് ചെയ്യാൻ വയ്യെങ്കിൽ എന്ത് ചെയ്യും? ചെയ്യാൻ വയ്യെങ്കിൽ എക്സാമിന്റെ റിസൾട്ടിൽ നിങ്ങളുടെ പേരുണ്ട് എന്ന് പറഞ്ഞാൽ തനിയെ പ്രാക്ടീസ് ചെയ്ത് തനിയെ ചെയ്തോളും. അങ്ങനെ തന്നെയാണ് കുറേ പേര് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നത് കേട്ടോ. അല്ലാണ്ട് എല്ലാവരും ഒറ്റയടിക്ക് അങ്ങനെ പാസ്സാവല്ല. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ. അപ്പൊ ഇത് കാറ്റഗറി നമ്പർ 552/2025 ആണ് വരുന്നത്. 14-ാം തീയതി തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല, ഇന്ന് പറയാൻ പോകുന്ന എല്ലാ എക്സാമിന്റെയും അപേക്ഷിക്കാനുള്ള അവസാന തീയതി 14-ാം തീയതിയാണ് കേട്ടോ. ഇനി ഇതിന്റെ സാലറി വരുന്നത് 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് ഇതിന്റെ പേ സ്കെയില് വരുന്നത്. ഇനി അടുത്ത നോക്കാം. ഇനി ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത്? ഏജ് ലിമിറ്റ് നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ ഒക്കെ പോലെ തന്നെയാണ്. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. നിങ്ങൾ OBC ആണെങ്കിൽ 29 വയസ്സ് വരെ, SC ST ആണെങ്കിൽ 31 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. ഇവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിസൈറബിൾ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിലൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഹൈറ്റ് എത്ര വേണം? 165 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. അതുപോലെ തന്നെ SC ST ആണെങ്കിൽ 160. വെയിറ്റ് 50 കിലോ ആണ് വേണ്ടത്. SC ST ആണെങ്കിൽ മിനിമം 48 കിലോ എങ്കിലും വേണം. ചെസ്റ്റ് 81 സെന്റിമീറ്റർ ആണ്. 76 സെന്റിമീറ്റർ ആണ് SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വേണ്ടത്. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്തായിരുന്നു? 5 സെന്റിമീറ്റർ തന്നെയാണ് എക്സ്പാൻഷനും വേണ്ടത്. റൈറ്റും ലെഫ്റ്റും ഐയും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഡിസ്റ്റൻസ് വിഷൻ ആണെങ്കിൽ എന്തായിരുന്നു? 6/6ഉം. അതുപോലെ തന്നെ നിയർ വിഷൻ ആണെങ്കിൽ 0.5ഉം ആണ് വരുന്നത്. ഫീൽഡ് ഓഫ് വിഷൻ ഫുൾ ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണ്. നേരത്തെ നമ്മൾ ഡ്രൈവർ ആണ് നോക്കിയത്, ഇപ്പൊ ഓഫീസർ ആണ്. കാറ്റഗറി നമ്പർ 551/2025 ആണ് വേണ്ടത്. 551/2025. സാലറി സെയിം ആണ് വരുന്നത്. 27,900 രൂപ മുതൽ 63,700 രൂപയാണ് ഇവിടെ സാലറി ആയിട്ട് വരുന്നത്. 27,900 രൂപ മുതൽ 63,700 രൂപയാണ് സാലറി ആയിട്ട് വേണ്ടത്. ഇനി അടുത്തത് ഇതിന്റെ മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത്? 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് വരുന്നത്. OBC ആണെങ്കിൽ 29 വയസ്സാണ് വരുന്നത്. SC ST ആകുമ്പോൾ എന്തായിരുന്നു? 31 വയസ്സാണ്. SC ST 31 വയസ്സാണ് വരുന്നത്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എത്രയാണ് വരുന്നത്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുമ്പോൾ ഇവിടെ +2 ആണ് വരുന്നത്. +2 ആണ് വരുന്നത് കേട്ടോ. +2 ആണ് വരുന്നത്. ഇനി അടുത്തത് ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ഹൈറ്റ് 165 സെന്റിമീറ്റർ വേണം. SC ST ആണെങ്കിൽ 160. വെയിറ്റ് മിനിമം 50. SC ST ആണെങ്കിൽ 48. ചെസ്റ്റ് 81. SC ST ആണെങ്കിൽ 76. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ. SC ST ആണെങ്കിൽ 5 സെന്റിമീറ്റർ തന്നെ വേണം. അതുപോലെ തന്നെ റൈറ്റും ലെഫ്റ്റും ഐ എന്തായിരുന്നു വേണ്ടത്? ഡിസ്റ്റൻസ് വിഷനും നിയർ വിഷനും വേണം. ഡിസ്റ്റൻസ് വിഷൻ 6/6 ആണ് രണ്ടിനും വേണ്ടത്. നിയർ വിഷൻ 0.5 ആണ് രണ്ടിനും വേണ്ടത്. അതുപോലെ തന്നെ വേറെ ഇവിടെ പറയുന്നത് ഫീൽഡ് ഓഫ് വിഷൻ 2 കണ്ണിലും ഫുൾ ആയിട്ട് വേണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. ഇനി അടുത്തതാണ് വരുന്നത് നമ്മുടെ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ആണ് വരുന്നത്. വിമൻ പോലീസ് ബറ്റാലിയനിലേക്കാണ്, കേരള പോലീസിലേക്കുള്ള ഡയറക്റ്റ് ഉള്ള നിയമനമാണ്. കാറ്റഗറി നമ്പർ 550/2025 ആണ്. കാറ്റഗറി നമ്പർ 550/2025 ആണ്. ഇതിന്റെ സാലറി വരുന്നത് മെയിൽ പോലീസ് കോൺസ്റ്റബിളിനെ പോലെ തന്നെയാണ് വരുന്നത്. 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് ഇവിടെ എന്ത് വരുന്നത്? സ്കെയിൽ ഓഫ് പേ വരുന്നത്. സ്കെയിൽ ഓഫ് പേ 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്തായിരുന്നു? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് മോഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 26 വയസ്സ് വരെയാണ്. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. OBC ആണെങ്കിൽ 29, SC ST ആണെങ്കിൽ 31 വയസ്സ് വരെയാണ് വരുന്നത്.
ഇനി ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? +2 നിങ്ങൾ പാസ്സായിരിക്കണം, അതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹൈറ്റ് മിനിമം 157 സെന്റിമീറ്റർ ആണ് വേണ്ടത്, 157 സെന്റിമീറ്റർ ആണ് വേണ്ടത്. ഇനി SC/ST ആണെങ്കിൽ 150 സെന്റിമീറ്റർ എങ്കിലും വേണം. ഇനി വിഷന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്റ്റന്റ് വിഷനിൽ റൈറ്റും ലെഫ്റ്റും ആസ് യൂഷ്വൽ 6/6ഉം, നിയർ വിഷൻ 0.5 ആണ് വേണ്ടത്, ലെഫ്റ്റും റൈറ്റും. ഇനി ഫിസിക്കൽ ടെസ്റ്റിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 8 എണ്ണത്തിൽ 6 എണ്ണത്തിൽ പാസ്സായാൽ മതി ഫിസിക്കൽ ടെസ്റ്റ്. ആദ്യം പറയുന്നത് 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആക്കണം. അത് കഴിഞ്ഞ് 1.06 മീറ്റർ ഹൈ ജമ്പ് ചാടണം. ലോങ് ജമ്പ് 3.05 മീറ്റർ ആണ്. ഷോർട്ട് പുട്ട് 4 കിലോയുടെ 4.88 മീറ്ററിൽ ഇടണം. ഇനി 36 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ഓട്ടം, 36 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ഓട്ടം വേണം. ത്രോയിങ് ദ ബോൾ എന്ന് പറയുന്നത് 14 മീറ്റർ പോകണം. ഷട്ടിൽ റേസ് 25 × 4 മീറ്റർ 26 സെക്കൻഡ് കൊണ്ട്. സ്കിപ്പിംഗ് 1 മിനിറ്റ് കൊണ്ട് 80 തവണ ചാടണം. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇതിലെ ഫിസിക്കൽ ടെസ്റ്റ്. ഇതിൽ 5 എണ്ണം പാസ്സാകാൻ മതി. എങ്ങനെയെങ്കിലും എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുത്തോളും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാമിന് വേണ്ടി ഇന്ന് മുതൽ പ്രിപ്പയർ ചെയ്യുക. പിന്നെ അത് കൂടാതെ നമുക്കിവിടെ ഒരുപാട് കോഴ്സസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുക. കൃത്യമായിട്ടുള്ളൊരു സിലബസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ലിസ്റ്റിലൊക്കെ നിങ്ങൾക്കും ചേരാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ, നമ്പറിൽ, താഴെ കാണുന്ന നമ്പറിൽ. ബൈ.